ഞാൻ നീ എന്താ ഇവിടെ സാറേ ആ പെണ്ണ് കേസിലെ പ്രതി. അയ്യോ ഞാനേട്ടാ. ഇവല്ല സാറേ ആ ബാഗിലേക്കിട മഞ്ഞ. എൻ്റെ ഓഫീസിലെ സ്റ്റാഫാണ്. നീ അവിടെ നില്ലേ വാടാ. നീ എന്താ കരുതിയത്? ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മെക്കിട്ടുകാർ വെറുതെ ഇരിക്കുന്ന കരുതിയ കുറച്ച് ദിവസത്തിനകത്ത് കിടക്കുമ്പോഴേ നീங்க പഠിച്ചോളൂ. അയ്യോ എനിക്കറിഞ്ഞൂടാ. പുള്ളിക്കാരൻ എന്നെ അറിയാം. പുള്ളിയുടെ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്തോടാ കഥകളി കാണിക്കുന്നത്? ഓരോന്ന് കാട്ടിക്കൊടുക്കും പണ്ട് മനസ്സിലാക്കണം നീ. ചേട്ടാ എന്താണ് പുള്ളി ചെയ്തത്? ഒന്നുമില്ല, ഒരു കൊലപാതക ശ്രമം. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയെ ആനക്കൊമ്പോണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. എന്തോന്നും സംഭവിച്ചത്? ആനക്കൊമ്പോണ്ട് അടിച്ചു കൊല്ലാൻ നോക്കി? അങ്ങനെയൊന്നും അല്ല. പിന്നെന്തോ? ഞാൻ മറ്റേ മീറ്റിങ്ങിന് പോയില്ലേ? യാത് മീറ്റിംഗ്? രാവിലെ ഞാൻ ഒരു മീറ്റിങ്ങിന് പോയിരുന്നു. ആ പോണ വഴിക്ക് വെച്ച് മറ്റേ ദിവ്യയെ കണ്ട്. യാത് മറ്റേ ദിവ്യ? എന്റെ മറ്റേ ഫോറസ്റ്റ് അത് ഇതുവരെ വിട്ടില്ലേ? ദിവ്യയെ കണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അവള് വേറെ അടുത്തനോട് സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സ് നിളകിപ്പോയി. അല്ല ഞാൻ പക്ഷെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. ചെന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് എങ്ങനെ കയ്യിന്ന് പോയി. അവരെ വണ്ടിക്കകത്തിറന്ന് എന്തൊരു സാധനം എടുത്ത് ഞാൻ ഇങ്ങനെ വീശി എന്നുള്ള സത്യമുണ്ട്. എന്തിനായിരുന്നു ആനക്കൊമ്പ്? അതവര് റൈഡിൽ പിടിച്ചോണ്ട് ആനക്കൊമ്പാന്നുള്ള ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. എന്റെ പൊന്നു തമ്പുരാനെ, ഇയാളെ പിടിക്കുന്നില്ല ഇങ്ങനത്തെ വള്ളികളാണല്ലോ. ഈ SI ടോമിന് നേരത്തെ പരിചയമുണ്ടല്ലേ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഊരി തരുമെന്നേ. അതിൽ നിന്ന് വലിയ കേസിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ബോസേ. അത് തന്നെ ആദ്യം എന്റെ കേസിൽ നിന്ന് ഊരിയിട്ട് മതി ഈ ലോക്കലിലോട്. ഇവന്റെ എന്തോ ഇവന്റെ പെണ്ണ് കേസ്. പോലീസ് ഓഫീസറിന്റെ മരുമോളെ അടിച്ചോണ്ട് പോയെന്ന്. അത് വേറെ ആണെങ്കിൽ അതൊക്കെ അവന്റെ തല. അത് വലിയൊരു സംഭവമാണ്. ഞാൻ പിന്നെ പറഞ്ഞു തരാം. അതൊന്നും അല്ല, ഇവിടെ വേറെ സംഭവിച്ചു. അല്ല അപ്പം നിങ്ങൾ ഇവനെ ഇറക്കാൻ വന്നല്ലേ? അത് പിന്നെ ഓഫീസിൽ വെച്ച് അപ്പൊ നിങ്ങൾ എന്നെ ഇറക്കാൻ വന്നല്ലേ? ഒന്ന് പാടാണ്.